നമസ്കാരം. ഞാൻ മെറിൻ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, മേഖലാ കാര്യാലയം, തിരുവനന്തപുരം. ഈ വീഡിയോ വിധവാ പെൻഷനെ സംബന്ധിച്ചുള്ളതാണ്. സേവനത്തിലിരിക്കെ ഒരു അംഗം മരണപ്പെട്ടാൽ ആ അംഗത്തിൻ്റെ ഭാര്യയോ ഭർത്താവോ വിധവാ പെൻഷന് അർഹരാകും. കുറഞ്ഞത് 1 മാസമെങ്കിലും പെൻഷൻ ഫണ്ടിലേക്ക് തുക നിക്ഷേപിച്ചിരിക്കണം എന്നതാണ് ഇതിനുള്ള നിബന്ധന. അംഗത്തിൻ്റെ മരണം സേവനത്തിൽ നിന്ന് വിരമിച്ച് 36 മാസത്തിനുള്ളിലാണ് സംഭവിക്കുന്നതെങ്കിൽ ആ അംഗത്തിൻ്റെ കുടുംബം പെൻഷന് അർഹമാകും. അല്ലെങ്കിൽ 10 വർഷത്തെ സേവനമാണ് പെൻഷനു വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത. ഇനി പറയുന്ന 3 തുകകളിൽ ഏറ്റവും കൂടിയ തുകയായിരിക്കും പെൻഷൻ തുകയായിട്ട് തീരുമാനിക്കുന്നത്. അംഗം മരണസമയത്ത് റിട്ടയർ ആയിരുന്നെങ്കിൽ കിട്ടാവുന്ന പെൻഷൻ തുക, അല്ലെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ ടേബിൾ സിയിൽ പറഞ്ഞിരിക്കുന്ന തുക. പെൻഷൻ തുടങ്ങിയതിന് ശേഷമാണ് അംഗത്തിന് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ വിധവയ്ക്ക് അംഗത്തിൻ്റെ പെൻഷൻ തുകയുടെ പകുതി തുക പെൻഷൻ ലഭിക്കും. ഈ തുക 1000 രൂപയിൽ കുറവാണെങ്കിൽ അത് കൂട്ടി 1000 രൂപ വരെ ആക്കുന്നതാണ്. അതായത് മിനിമം പെൻഷൻ തുക 1000 രൂപ ആകും. വിധവാ പെൻഷൻ ആ വിധവയുടെ ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നതാണ്. എന്നാൽ ആ വിധവ ഒരു പുനർവിവാഹം കഴിക്കുകയാണെങ്കിൽ വിധവാ പെൻഷൻ നിർത്തലാക്കുന്നതാണ്. ഇനി ഒന്നിലധികം വിധവകൾ ഉണ്ടെങ്കിൽ ഏറ്റവും മുതിർന്ന വിധവയ്ക്കായിരിക്കും പെൻഷൻ കിട്ടുന്നത്. മുതിർന്ന വിധവ എന്ന് പറഞ്ഞാൽ അംഗം ആദ്യം കല്യാണം കഴിച്ച ആളാണ്. ആ വിധവ മരണപ്പെടുകയാണെങ്കിൽ അടുത്ത വിധവ പെൻഷന് അർഹയാകും. ഇത്രയുമാണ് EPS 95 കീഴിലുള്ള വിധവാ പെൻഷനെ പറ്റിയുള്ള വിവരങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഇതുപോലത്തെ സത്യസന്ധവും പ്രയോജനകരവുമായ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.